മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് അനുമോൾ. അനുമോളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മലയാളികൾ അറിഞ്ഞത് ബിഗ് ബോസിലൂടെയാണ്. ഏറ്റവും അവസാനത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് 7-ാം സീസണിന്റെ വിജയിയായത് അനുമോളാണ്. സീരിയൽ രംഗത്തേക്ക് വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അനുമോൾ ഈ നിലയിലേക്ക് എത്തിയത്. ഇന്ന് ബിഗ് ബോസ് വിജയി മാത്രമല്ല, മോഡലും അഭിനേത്രിയും ഒക്കെയാണ് അനുമോൾ. സ്വന്തമായി നല്ലൊരു വീട് വെച്ചു, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച ഒരു പെൺകുട്ടി കൂടിയാണ് അനുമോൾ. അനുമോളും ജീവനും പ്രണയത്തിലാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും റീലുകളും ഒക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. വിവാഹിതനാണ് ജീവൻ. അതിനാൽ തന്നെ അനുമോളും ജീവനും ഒന്നിക്കുമോ, ഇവർ പ്രണയത്തിലാണോ എന്ന കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇരുവരും നല്ല കപ്പിളാണ് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഒരു സ്നേഹം ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു. ഇവർ പ്രണയത്തിലാണ് എന്ന് തന്നെയാണ് നമ്മളും കരുതിയത്. ബിഗ് ബോസിലേക്ക് അപ്രതീക്ഷിതമായ ഒരു പ്രൊമോഷന്റെ രൂപത്തിൽ അങ്ങനെ ജീവൻ എത്തി. ആ എപ്പിസോഡ് എല്ലാവരും കണ്ടിരിക്കാനാണ് സാധ്യത. കാരണം ആ സമയത്ത് തൻ്റെ ജീവിതം നശിപ്പിച്ചയാൾ, ജീവിതം തകർത്തയാൾ, അങ്ങനെയൊക്കെ അനുമോൾ ജീവനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം ഇവരൊരു കൈ കൊടുത്ത് പിരിയുന്നതും നമ്മൾ കണ്ടു. ഒരു സന്തോഷവും ഇല്ലാതെ, യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് ജീവനെ നോക്കി അന്ന് അനുമോൾ ഇരുന്നത്. അനുമോൾ എന്തൊക്കെയോ പറയുന്നുമുണ്ടായിരുന്നു ജീവനെക്കുറിച്ച്, ആദിലയോടും നൂറയോടും. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല നടന്നത്. ഇപ്പോൾ അനുമോളും ജീവനും ഒന്നിക്കുന്നു എന്നൊരു വാർത്തയാണ് എത്തുന്നത്. അനുമോളും ആദില, നൂറ ഇവർ മൂന്നുപേരും ഒരു ട്രയോ ആയി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരാണ്. ഇവർ തമ്മിൽ വലിയ സ്നേഹവും സൗഹൃദവും ഒക്കെ ആയിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആദിലയും നൂറയും അനുമോൾക്ക് നേരെ തിരിയുന്നതാണ് നമ്മൾ കണ്ടത്. ഇവരെ ഭയങ്കരമായി അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെയാണ് ഇവർ പെരുമാറിയത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ആദ്യം ഇറങ്ങിയത് ആദിലയാണ്. ആദില വലിയ രീതിയിൽ തന്നെ അനുമോളെ ശത്രുവായി കണ്ടു തന്നെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. രണ്ടാമത് നൂറയും അങ്ങനെ തന്നെയാണ്. ഇവർ ലൈവിലൊക്കെ വന്ന സമയത്തൊക്കെ അനുമോളെ ഭയങ്കരമായി ക്രൂശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു ഇടയ്ക്കാണ് ഇവർ വീണ്ടും ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സൗഹൃദത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും ഇവർ തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത എത്തുന്നത്. ജീവനും അനുമോളും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം അവസാനിച്ചു എന്നും ഇവർ വലിയ സന്തോഷത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ. അനുമോൾ ബിഗ് ബോസിന് പിന്നാലെ വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ജീവനുമായുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു പരിഹരിച്ചെന്നും ഇരുവരും തങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിച്ചു. വളരെ നേരത്തെ സംസാരത്തിന് ശേഷമാണ് ഇവർ ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് ഒരിക്കൽ പോലും അനുമോളും ജീവനും പറഞ്ഞിട്ടില്ല. എന്നാൽ എന്തായാലും ഒരു വലിയ പിണക്കത്തിന് ശേഷമുള്ള ഇണക്കമാണിത്. തങ്ങളുടെ വിവാഹം ഇങ്ങനെയുണ്ട്, ഉടനെയുണ്ട് എന്നൊക്കെ അനുമോൾ മുൻപ് രസകരമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അത്തരത്തിൽ ഒരു യഥാർത്ഥ വാർത്ത ഇനി എന്നാണ് കേൾക്കാൻ പറ്റുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് കമന്റ് നോക്കാറുണ്ട്. അതിൽ കുറേ നെഗറ്റീവ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇവർക്ക് ഡിലീറ്റ് കളഞ്ഞൂടെ, അല്ലെങ്കിൽ പോട്ടെ ഇവർക്ക് തിരിച്ച് റിപ്ലൈ എന്തെങ്കിലും കൊടുത്തൂടെ. ചില ആർട്ടിസ്റ്റ് നമ്മൾ അനുസരിച്ചേ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ അത് ഈ ഒരു സംഭവം അത് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ മാന്യം പറ്റാതെ എനിക്ക് തോന്നിയത് മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്ന. പിന്നെ വസ്ത്രം ധരിക്കുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, എങ്ങനെ ധരിക്കണം എങ്ങനെ ധരിക്കണ്ട എന്നുള്ളത്. ഇതിട്ടിട്ട് ഇതിന്റെ താഴെ വന്നിട്ട് പറയാൻ കൊള്ളാത്തൊരു നമ്മുടെ ബോഡി പാർട്ടിനെ വെച്ചൊരു സംഭവം, ഒരു ബ്രസ്റ്റിനെ പറ്റിയ ഒരു മോശമായിട്ട്. അതും റിയൽ അക്കൗണ്ട്, അത് ഫേക്ക് അക്കൗണ്ടൊന്നും അല്ല, ഒരു അക്കൗണ്ട്. അതും അയാളുടെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, പ്രൊഫൈൽ പിക്ക്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അയാളുടെ പ്രൈവറ്റ് അക്കൗണ്ടാ. പോസ്റ്റ് ഞാൻ നോക്കും എത്ര പോസ്റ്റാണ് അയാൾ ഇട്ടിരിക്കുന്നത്. കാരണം ഒരു 10-12 ആണെങ്കിൽ അയാൾ റിയൽ അക്കൗണ്ട് എനിക്ക് മനസ്സിലാവും. കുഞ്ഞിന്റെ ഫോട്ടോയും കൂടെ ഇട്ടിരിക്കുന്ന സെൽഫി. ഞാൻ മെസ്സേജ് അയക്കും, ഇത് നിങ്ങൾ ഇട്ട കമന്റ് അല്ലേ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങളുടെ വീട്ടില് വൈഫും ഒരു മോള് വളർന്നു വരുന്നതല്ലേ, ആ കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടിയുടെ മോശമായിട്ട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എടുക്കാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾ പെട്ടെന്ന് കമന്റ് പോയി നോക്കി. അപ്പൊ കമന്റ് പോയി നോക്കിക്കളഞ്ഞു, അതിന് മുന്നേ ഡിലീറ്റ് കളഞ്ഞു. അത് ഞാനല്ലേ ഇട്ടത്, എൻ്റെ ഫ്രണ്ട് ഫോൺ മേടിച്ച് കമന്റ് ഇട്ടതാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സൈബറിൽ കംപ്ലൈന്റ് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ വീട്ടിൽ പോലീസ് വന്ന് പൊക്കും. ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ സെലിബ്രിറ്റികളൊക്കെ എല്ലാ അക്കൗണ്ടിൽ പോയി കമന്റ് ഇടുന്നത് പോലെ എൻ്റെ അക്കൗണ്ടിൽ, ഞാൻ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, എൻ്റെ അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാളെ മാക്സിമം ഞാൻ അയാളെ പേടിപ്പിക്കും, ഭയങ്കരമായിട്ട് പേടിപ്പിക്കും, നന്നായിട്ട് പേടിപ്പിക്കും.
അപ്പോഴൊക്കെ സോറി, പിന്നെ വോയിസ് മെസ്സേജുകൾ, സോറി എനിക്കൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതാണ്, അയ്യോ ഒന്നും ചെയ്യില്ലെന്ന്. കാരണം അയാൾ ഇനി ആരുടെ അക്കൗണ്ടിൽ പോയി അങ്ങനെ ഇടാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു എന്തെങ്കിലും അനീതി അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ശരിക്കും ഈ പറയുകയല്ല, അവിടെ ഒരു ആക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആണോ? പിന്നെ ഇതുപോലെ ട്രെയിനില് പോലീസിലാണെങ്കിലും പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ബസ്സിലും ട്രെയിനിലൊക്കെ ചോദിച്ചു മിസ്ബിഹേവ് ചെയ്തവർക്കൊക്കെ. പിന്നെ ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ പർദ്ദയാണ് യൂസ് ചെയ്യുന്നത്. പർദ്ദയൊക്കെ ഇട്ട സമയത്ത് ഈ ഇടയ്ക്ക് ട്രെയിനിൽ പോയ സമയത്തും ഇരിക്കുന്ന സമയത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയാം, ഇപ്പം പല പെൺകുട്ടികളും ഒന്നും പ്രതികരിക്കത്തില്ല, പെട്ടെന്ന് അയ്യോ വേണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിഞ്ഞു മാറും. പക്ഷെ ഞാൻ പ്രതികരിക്കും, കാരണം എനിക്ക് അമ്മ ഫുൾ കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഒരു 3 വർഷം അമ്മേന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ തനിയെ എല്ലായിടത്തും, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ തനിയാണ് പോകുന്നത്. അപ്പൊ എവിടെയും ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പോയ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഉറങ്ങുക, അപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കുക. ഇരുന്ന സമയത്ത് ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, ബാഗ് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗ്. അപ്പൊ ഇയാൾ അടുത്തിരുന്നിട്ട് എൻ്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ തൊടുന്നതായിട്ടിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്ക നോക്കിയപ്പോ നോക്കിയപ്പോ അയാൾ പെട്ടെന്ന് കൈ പെട്ടെന്ന് മാറ്റി. അപ്പൊ ഇയാള് പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു കള്ള ലക്ഷണം ഒരാളുടെ ഫേസിലേക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, പർദ്ദ ഷോൾ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ആരാന്നൊന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കയ്യിൽ നഹമളത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലിരുന്ന ബാഗും ബോട്ടിലും എടുത്ത് ഞാൻ അയാളെ തലക്കടിച്ചു, മുഖത്തടിച്ചു, കൈ കൊണ്ട് അയാളുടെ പുറത്ത് ഫേസിൽ വാന്തി. അത് മുറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടക്ടറൊക്കെ വന്നിട്ട് അയ്യോ വിട്ടേരെ എന്നിട്ട് ഇയാള് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് ചാടുക. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കളൊക്കെ കൊടുത്തു. പക്ഷെ കൂടെ എന്താ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തില് നമുക്ക് ഒരു പെൺകുട്ടി ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ കൈയും കെട്ടി കണ്ടോണ്ടിരിക്കുന്നു. എന്ത് മനുഷ്യരാന്തോ, പ്രതികരിക്കുന്നില്ല അവര്. വിട്ടേരെന്ന്. ഇപ്പൊ അവരുടെ കുടുംബത്തിലൊരാളെയാണ് ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുക. വിട്ടേരെ മോളെ പോട്ടെ എന്നാണോ പറയണ്ടേ? അപ്പൊ അത് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് മനുഷ്യരാണ്, കഷ്ടം എന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ, മനസ്സിലാവില്ല ഇങ്ങനെ മാസ്ക്. പക്ഷെ സൗണ്ടിലൂടെ ആർക്കൊക്കെ മനസ്സിലായി തോന്നുന്നു. പിന്നെ ഞാൻ പോയിരുന്നു, എൻ്റെ അടുത്ത് ബസ്സിലെ ആള് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഒരു ആന്റി അടുത്ത് പോയിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ ഈ ഒരു 10 വർഷത്തിനകത്ത്, കോളേജ് പഠിക്കുന്ന സമയത്തും കോളേജ് ബസ്സിൽ പോകുമ്പോൾ ഈ പറയുന്ന പയ്യന്മാരെ തന്നെയാണ്, ഒരു 10-30 വയസ്സിനകത്തുള്ളവർ ബാക്കിൽ വന്നിട്ട് ഈ ബസ്സിനകത്ത്, അത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് ബസ്സിൽ കമ്പിയുടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കൈ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ച സമയം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യർ പ്രതികരിച്ചില്ല. ആ കൊച്ചു നിന്ന് കരയുക. എന്റെ സീനിയർ ആയിരുന്നു, വിമൻസ് കോളേജിൽ. അവൾ വിമൻസ് കോളേജിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അപ്പൊ അവൾ നിന്ന് കരയുന്ന, അവളുടെ ഫ്രണ്ട് നിന്നിട്ട് ഒരു മനുഷ്യർ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കിത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചവിട്ടി, ഞാൻ കഴുത്തിൽ ചവിട്ടി അയാളെ ചവിട്ടി. ഒരു ബസ് ഞാൻ പറഞ്ഞു കണ്ടക്ടറിന് ചോദിച്ചിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു, ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞു, സ്റ്റേഷനിൽ വരാൻ. പിന്നെ അയാൾ പറഞ്ഞു, ആര് പറഞ്ഞു, കൂടെ നിന്ന പോലീസ്. അപ്പൊ പറഞ്ഞു SI പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു, പെൺകുട്ടികൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇയാളെയും കൊണ്ട് മറ്റേ പെൺകുട്ടിയുടെ അടുത്ത് വരാൻ പറഞ്ഞു, പേരൻസിനെ വിളിച്ചോണ്ട്. പിന്നെ എന്തായെന്ന് എനിക്ക് പിന്നെ വിട്ടു തോന്നുന്നു, എനിക്ക് അറിയത്തില്ല അതിനുശേഷം. അങ്ങനെ ഒരു മനുഷ്യർ പ്രതികരിക്കത്തില്ല ഇപ്പോ, ആരും പ്രതികരിക്കത്തില്ല. വളരെ കുറച്ച് നല്ല ആൺകുട്ടികളാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം പയ്യന്മാര് പ്രതികരിക്കും ഇപ്പോ, അല്ലാതെ ഒരു മനുഷ്യര് പ്രതികരിക്കില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മുടെ കൂടെ സപ്പോർട്ടിന് അവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ മുതിർന്ന ആൾക്കാര് പ്രതികരിക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. സെറ്റിൽ എവിടെയെങ്കിലും അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ അത് എൻ്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, പല ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ അറിയാലോ, അതില് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന്. എനിക്കിതുവരെ അങ്ങനെ മോശം അനുഭവങ്ങൾ, ഇപ്പൊ പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത്, ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ, ഞാനും അമ്മയായിരുന്നു പൊക്കോണ്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് കയറിയ സമയമാണല്ലോ. ആദ്യം കയറിയ സമയത്തൊക്കെ അച്ഛൻ കാറിൽ കൊണ്ടാക്കും. പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് അങ്ങ് പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, KSRTC ബസ്സിൽ, ഞാനും അമ്മയൊക്കെ ആയിട്ട്. പക്ഷെ ഇവർ ഞങ്ങളെ ലേറ്റ് ആയിട്ടാണ് വിടുന്നത്. ഞങ്ങളൊന്ന് കൊണ്ടാക്കിയോ, ഞങ്ങൾക്ക് ടീ തരുകയോ, ഞങ്ങളെ വഴിയിലിറക്കി അങ്ങ് വണ്ടിയിൽ ഇറക്കി വിടും. ഞങ്ങൾക്ക് പാതിരാത്രി 11-12 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എവിടെയെങ്കിലും എത്തണം, സ്വന്തമായിട്ടൊരു കാർ മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
ഹാപ്പിയാണ്. അതൊക്കെ എപ്പോഴായിരുന്നു അനു ഇതൊക്കെ? ഈ ഒരു ഫീൽഡിൽ കയറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു. ആ സീരിയലിന്റെ പേരൊന്നും പറയുന്നില്ല. സമയത്ത് പേയ്മെന്റ് ഇഷ്ടം കൊണ്ട് പോകുന്നതാണ്. ഭാഗ്യം കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതെന്ന് വെച്ചാലേ നമ്മളെ ഒരു 10-11 മണിക്ക് ഈ പേരൂർക്കട, തമ്പാനൂര് നമ്മൾ പേരൂർക്കട ഇറക്കി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന, ഞങ്ങൾ ഇവിടെ ആര്യനാടായിരുന്നു. അവിടെ നിന്ന് 30 കിലോമീറ്ററാ. അപ്പം അവിടെ നിന്ന് ഈശ്വരന്റെ. അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അമ്മ ആള് ഭയങ്കര പാവമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. നമ്മുടെ അടുത്തൊക്കെ മോശമായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ അറിയാം. അങ്ങനെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഒരു 11-12 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല, പിടിച്ചിരുത്തിക്കും. കാരണം ഒരു വണ്ടിയേ ഉള്ളൂ. നഷ്ടമല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടാനായിട്ട്. നമ്മളിപ്പോ വന്ന ആർട്ടിസ്റ്റ് അല്ലേ, സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് വന്ന ടൈമിൽ നമ്മളെ 11 മണി, നമുക്ക് ഇത്രയും ദൂരം പോകണമെന്ന് പറഞ്ഞപ്പോലും 11 മണിക്കും 12 മണിക്കും അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി. അത് ആ സമയത്ത് മാത്രമല്ല, ഇപ്പോഴും ഉണ്ട്. ഉണ്ടോ? പിന്നെ ഇപ്പോഴും 11-12 മണിക്കൊക്കെ പിടിച്ചിരുത്തിക്ക്. എന്തിനാണ് പെൺകുട്ടികളെയൊക്കെ അവരെ പാരന്റ്സ് പിടിച്ചിരുത്തിക്കുന്നത്? ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവര് പ്രതികരിക്കുമല്ലോ. ഇപ്പൊ ഈ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ പ്രതികരിക്കാൻ നിൽക്കില്ല. ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എന്താ പേടിന്ന് അറിയാമോ? ഈ പേടി തന്നെ ഇപ്പൊ ഉള്ള കുട്ടികൾക്കുള്ള പേടിയായിരുന്നു എനിക്കും. പറഞ്ഞു വിടുവോ, ഇനി കട്ട് ചെയ്ത് കളയോ, കൊന്നു കളയോ, ഇങ്ങനെയുള്ള കുറെ പേടികളുണ്ട് കുട്ടികൾക്കൊക്കെ. അഭിനയിക്കുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന പെൺകുട്ടികളാണ്, ആൺകുട്ടികളുമാണ്. കുട്ടികളുടെ മാത്രമല്ല, ഇനിയിപ്പോ അമ്മ ക്യാരക്ടർ ആണെങ്കിലും ഇനി എന്ത് ക്യാരക്ടർ ആണെങ്കിലും. അപ്പൊ ഇവർക്കൊക്കെ ഒരു സീനായിരിക്കും ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇവർക്ക് തമ്പാനൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഇറക്കി വിടണമെങ്കിൽ 11-12 മണിക്കൊക്കെ പിടിച്ചിരുത്തിയിരിക്കും. ഇവർക്കൊക്കെ എന്ത് ദൂരം പോവേണ്ടവരാ. നാളെ സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊന്നും ഇങ്ങനത്തെ ഈ പ്രൊഡക്ഷന്റെ സൈഡിൽ പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിക്കും. എനിക്ക് വണ്ടി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നാളെ ഞാൻ വരത്തില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല, എന്റെ അടുത്ത് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഹേമ കമ്മീഷനിലാണേലും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ്, നമുക്ക് അത് കിട്ടുന്നില്ല, ഇതൊക്കെ തന്നെയാണല്ലോ. പറയില്ല, കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ആരും ഒന്നും പറയില്ല. പക്ഷെ ഇപ്പൊ അനു പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറയാതിരിക്കണോ വേണ്ടത്? നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മുടെ ആരും മോശമായിട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ, അങ്ങനെ ആകല്ലേ വേണ്ട. ഇപ്പൊ തന്നെ അനു പറഞ്ഞ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കോ നമ്മളിത് എന്താ പറയാ, കരയുന്നവർ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്, പറയണം. എനിക്ക് വണ്ടി ഇട്ട് തരാൻ പറ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ, പറ്റത്തില്ല എന്ന് പറ. വേറെ മോശമായിട്ടൊന്നുമല്ല, ഈ വണ്ടിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാന്നുള്ള രീതിയിൽ ഇപ്പം അനു തന്നെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് സമയത്ത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള അനു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? അന്ന് ഞാൻ പമ്മിയായിരുന്നു. ഈ ഒരു ഫീൽഡ് വന്ന് ഞാൻ കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, ഞാൻ കാരണം എന്നെ വിളിക്കാതെ വരുമോ, എന്നെ കൊന്നു കളയോ എന്ന് പറഞ്ഞാൽ സീരിയലിനകത്ത് ക്യാരക്ടർ കൊന്നു കളയോ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ നമ്മളുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത് എല്ലാം ഫേമസ് ആയിട്ടൊക്കെ ഇരിക്കുന്നില്ല. നമ്മൾ എല്ലാവരും ഇടയിൽ കണ്ടോ ഈ ക്യാരക്ടർ ചെയ്യുന്നത്. പെട്ടെന്നൊരു സമയത്ത് എന്റെ ക്യാരക്ടർ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവരുതെന്ന് ഇപ്പൊ അനുവിന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യം, നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നമ്മൾ പോണം. അതെ. പക്ഷെ അത് ഇപ്പൊ പറഞ്ഞതല്ലാതെ ഈ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇതൊരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ചേച്ചി. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അവർക്ക് പൈസയോ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് കുഞ്ഞിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ. എനിക്ക് ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റുമെന്ന് പോലും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന വിചാരിച്ച കാര്യമേ അല്ല. അപ്പോ എന്തോ ഒരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയതായിരിക്കും എനിക്കിത്. അപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാല് നമ്മുടെ